നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് ചിലിയൻ നോവലിസ്റ്റായ ബെഞ്ചമിൻ ലെബിനെറ്റി എഴുതിയ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ആയിരുന്നു. അതിവിചിത്രമായ നോൺ ഫിക്ഷൻ നോവൽ എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച ആ പുസ്തകം ശാസ്ത്രത്തെ മാറ്റിമറിച്ച ചില പ്രതിഭകളുടെ ജീവിതത്തിലൂടെയുള്ള ഫിക്ഷൻ സഞ്ചാരമാണ്. പരമ്പരാഗത ഫിക്ഷൻ രീതികളെ അട്ടിമറിച്ച് ലേഖനത്തിൻ്റെയും ഗദ്യമെഴുത്തിൻ്റെയും നോവലിൻ്റെയും അസാധാരണമായ മിശ്രണത്തിലൂടെയാണ് ബെഞ്ചമിൻ ലെബിറ്റേറ്റ് ഈ പുസ്തകം സാധ്യമാക്കുന്നത്. പറഞ്ഞു വന്നത് ഈ നോവലിനെ കുറിച്ചല്ല, ഈ നോവലിൽ പരാമർശിച്ച ഒരു മലയാളിയെക്കുറിച്ചാണ്. അയാളൊരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. എറണാകുളത്തെ കാക്കനാട് പഴത്തോട്ടം മണാശ്ശേരി പ്രഭാകരൻ്റെയും സരോജത്തിൻ്റെയും മൂത്ത മകൻ. 2006 ജൂൺ 18 പാലക്കാട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് സയനൈഡ് കഴിച്ചു ആത്മഹത്യ ചെയ്തു. വെറുതെ അങ്ങ് ആത്മഹത്യ ചെയ്യുകയല്ലായിരുന്നു അയാൾ. ശാസ്ത്രലോകത്തിന് അസാധാരണമായ ഒരു സംഭാവന നൽകിയാണ് കണ്ണൻ എന്ന് വിളിപ്പേരുള്ള ആ 32 വയസ്സുകാരൻ ജീവിതത്തോട് വിട പറഞ്ഞത്. എന്തായിരുന്നു ആ സംഭാവനയെന്നോ? ഒരു ചെറുതരി അകത്തെത്തിയാൽ തൽക്ഷണം മരിച്ചു പോകുന്ന സൈനൈഡിൻ്റെ രുചി എന്തെന്ന് പ്രസാദ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ പ്രസാദ് എഴുതി വെച്ചു: ഡോക്ടർമാരെ, ഞാൻ പൊട്ടാസ്യം സൈനൈഡിൻ്റെ രുചി അറിഞ്ഞു. ഭയങ്കര പുകച്ചലാണ് ആദ്യം, പതുക്കെ, വളരെ മെല്ലെ, നാവെല്ലാം എരിഞ്ഞു പോകും. നല്ല കടുപ്പമാണ്, ഭയങ്കര ചവർപ്പാണ്. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. അന്നേ വരെ സൈനൈഡിൻ്റെ രുചി എന്താണെന്ന് ആരും അടയാളപ്പെടുത്തിയിരുന്നില്ല. അതിനു കാരണം ആ വിഷത്തിൻ്റെ സ്വഭാവമാണ്. ഒരു തരി വായയിലെത്തിയാൽ തന്നെ അനുഭവം പറയാൻ ആരും ബാക്കിയുണ്ടാകില്ല. തൽക്ഷണം മരിച്ചു പോകും. സ്വന്തം ജീവിതം കൊണ്ട് പ്രസാദ് നിർമ്മിച്ചത് മറ്റാരും പറയാത്തത് പറയാനാണ്. അതിനാൽ തന്നെ ഇതുപോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളൊന്നും സജീവമല്ലാതിരുന്നിട്ടും പ്രസാദിൻ്റെ അനുഭവം ലോകമാധ്യമങ്ങളിൽ വാർത്തയായി. ശാസ്ത്രത്തിൻ്റെ അസാധാരണ വഴികളിലൂടെ നോവലിൻ്റെ കൈ പിടിച്ചു നടക്കുന്ന ബെഞ്ചമിൻ ലെബിറ്റേറ്റ് എന്ന നോവലിസ്റ്റ് ആകട്ടെ വർഷങ്ങൾക്ക് ശേഷം ആ ആത്മഹത്യയെ, തൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ സ്വന്തം നോവലിൽ അടയാളപ്പെടുത്തി. എന്തിനായിരുന്നു ആത്മഹത്യ? സ്വന്തം അനുഭവം പ്രസാദ് എഴുതി വെച്ചത് അനായാസമായിരുന്നില്ല. മരിക്കാൻ അയാൾ തീരുമാനിച്ചിരുന്നു. അയാളുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു എന്ന് പറയാം. അതിലേക്ക് നയിച്ച കഥ ഇനി പറയാം. കാക്കനാട്ടുകാരനായ പ്രസാദ് കുറെ കാലം തൃപ്പൂണിത്തുറയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് അയാൾ പാലക്കാട്ടെ പുതുപ്പള്ളി സ്ട്രീറ്റിൽ സ്വന്തം ജ്വല്ലറി ആരംഭിച്ചു. അച്ഛനോടും മറ്റു പലരോടും കടം വാങ്ങിയ പണവും സ്വന്തം സമ്പാദ്യവും ചേർത്ത് 25 ലക്ഷം രൂപയ്ക്കാണ് അയാൾ ഗോൾഡൻ ജ്വല്ലറി വർക്കേഴ്സ് എന്ന കട തുടങ്ങിയത്. ബിസിനസ് നന്നായി നടന്നു. പാലക്കാട് പ്രസാദിന് സൗഹൃദങ്ങൾ വളർന്നു. അതിനിടെ അയാളുടെ ജീവിതത്തിലെ ആ ദുരന്തവും വന്നു. രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശികളായ 2 പേരുമായി അയാൾ ഒരു സ്വർണ്ണ ഇടപാട് നടത്തി. 4 ലക്ഷത്തിൻ്റെ ഇടപാടിൽ 2 ലക്ഷം രൂപ ഷൊർണൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് നൽകി. ബാക്കി നൽകാനിരിക്കെ അത് മുക്കുപണ്ടമാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. അതിനു പിന്നാലെ മറ്റ് ചില സ്ഥലങ്ങളിലും ഇവർ സമാനമായ തട്ടിപ്പ് നടത്തിയതായി വാർത്തയിലൂടെ അയാൾ അറിഞ്ഞു. ഷൊർണൂർ പോലീസ് തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ ചെന്ന് പ്രസാദ് തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞു. എന്നാൽ നിലവിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്ന പ്രസാദ് ഈ തട്ടിപ്പോടെ ആകെ കുടുക്കിലായി. ബന്ധു സഹായിച്ചുവെങ്കിലും അയാൾക്ക് കരകയറാനായില്ല. അങ്ങനെയാണ് ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അയാളുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. ആ മരണത്തെ സവിശേഷമാക്കാനുള്ള ഒരുക്കം അയാൾ നടത്തിയിരുന്നു. അതിനായി അയാൾ സൈനൈഡ് തിരഞ്ഞെടുത്തു. സൈനൈഡ് വാങ്ങാൻ ലൈസൻസ് ഉള്ള സ്വർണ്ണപ്പണിക്കാരനായതിനാൽ അയാൾക്കത് എളുപ്പമായിരുന്നു. 2006 ജൂൺ 15 അയാൾ കാക്കനാട്ടെ വീട്ടിൽ നിന്നും സൈനൈഡുമായി പാലക്കാടെത്തി. അവിടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിൽ 207 നമ്പർ റൂം എടുത്തു. പിറ്റേന്ന് മാതാപിതാക്കളുമായി അയാൾ സംസാരിച്ചു. ആ സംസാരത്തിൽ പന്തികേട് തോന്നിയ അവർ തിരിച്ചു വരാൻ അയാളോട് ആവശ്യപ്പെടുകയുണ്ടായി. അയാൾ വീട്ടിലേക്ക് പോയില്ല. പകരം പിറ്റേന്ന് കാലത്ത് 7 മണിക്കും 3:30ക്കും ഇടയിൽ മരണത്തിലേക്ക് ശാന്തനായി നടന്നുപോയി. പക്ഷേ തൻ്റെ സൈനൈഡ് അനുഭവം അയാൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. പോലീസ് എത്തിയപ്പോൾ പാൻസും ഷർട്ടും ഇട്ട് കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കുകയായിരുന്നു പ്രസാദ്. വായിൽ നിന്നു രക്തവും പതയും വന്നിരുന്നു. കട്ടിലിന് അടുത്തുള്ള മേശയിൽ ആത്മഹത്യാക്കുറിപ്പ്, പേപ്പർ, മദ്യക്കുപ്പി, സൈനൈഡ് പൊതിഞ്ഞ പേപ്പർ, പേന, ഗ്ലാസ് എന്നിവ കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിലെ രഹസ്യം: 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലായിരുന്നു അയാളുടെ മരണത്തിൻ്റെ രഹസ്യം.
അതിൻ്റെ ആദ്യ പേജിൽ സാമ്പത്തികമായി തകർന്നതിൻ്റെ കഥയായിരുന്നു. രണ്ടാം പേജിൽ അച്ഛനോടും അമ്മയോടുമുള്ള കുറിപ്പ്. സാമ്പത്തികമായി തകർന്നതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് അതിൽ പറഞ്ഞത്. മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പായിരുന്നു. അത് പൂർത്തിയാക്കിയിട്ടില്ല. പകരം അടുത്ത പേജിൽ സൈനൈഡ് ഉപയോഗിച്ചതിൻ്റെ അനുഭവമാണ് അയാൾ എഴുതിയത്. ഡോക്ടർമാരോട് എന്ന നിലയിൽ 4 വാക്കുകളിലാണ് അയാൾ ആ അനുഭവം എഴുതിയത്. എൻ്റെ പേര് പ്രസാദ്, ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ് എന്നു പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. തൻ്റെ മരണത്തിന് ബിക്കാനീർ സ്വദേശികളായ ഹിന്ദിക്കാർ മാത്രമാണ് ഉത്തരവാദികളെന്നും അയാൾ എഴുതി വെച്ചിരുന്നു. അതിൽ തനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചും അയാൾ എഴുതി. മദ്യത്തിൽ സൈനൈഡ് കലർത്തിയപ്പോൾ അത് ലയിച്ചു ചേരാത്തതിനാൽ പേന കൊണ്ട് ഇളക്കാൻ നോക്കിയതായും എഴുതിക്കൊണ്ടിരിക്കെ ആ പേന കൊണ്ട് അബദ്ധത്തിൽ നാക്കിൽ മുട്ടിച്ചതായും അയാൾ എഴുതി. പിന്നെ ഭയങ്കര എരിച്ചലായിരുന്നു. അതിനാൽ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സൈനൈഡ് അനുഭവം എഴുതി വെക്കുകയാണെന്നും അതിലെഴുതിയിട്ടുണ്ട്. എഴുത്തിനിടെ പേനയുടെ അറ്റം കടിക്കുന്ന സ്വഭാവം അയാൾക്കുള്ളതായി അമ്മയും പറഞ്ഞിരുന്നതായി അന്നത്തെ വാർത്തകളിൽ പറയുന്നു. ഇദ്ദേഹമാണ് സൈനൈഡിന്റെ രുചി ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തി.